നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോനെ ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. ഞാൻ പിന്നെ കണ്ടില്ല. അത് എന്താ പറയുക, ഒരു ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം മേ ബി. എന്ന് വെച്ചാൽ നമുക്ക് മറക്കാനൊക്കെ ഇച്ചിരി പ്രയാസം. നമ്മുടെ സീരിയൽ നടനായ ജിഷിനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇടയ്ക്കിടെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ. കൃത്യമായി പറഞ്ഞാൽ വരദ എന്ന നടിയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം ജിഷിൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വരദ ആരാണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരി സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ്. 2014 ജിഷിനും വരദയും വിവാഹം ചെയ്യുന്നത്. പ്രണയവിവാഹമായിരുന്നു. ഏകദേശം 3 വർഷം മുമ്പാണ് അവർ തമ്മിൽ പിരിയുന്നത്. 2 പേർക്കും ഒരു മകനുണ്ട്. എന്തായാലും വിവാഹമോചിതരായതിനു ശേഷം അതിനെ ചൊല്ലി ജിഷിന് ഓൺലൈൻ മീഡിയകളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡിവോഴ്സ് എന്ന് പറയുന്നത് തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ജിഷിൻ ഒരു ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടില്ലായിരുന്നു. അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, അതേ ആരും ഇടപെടാൻ വരണ്ട എന്നൊരു ശക്തമായ നിലപാടായിരുന്നു ജിഷിൻ സ്വീകരിച്ചിരുന്നത്. ഒരിക്കലും വരദയെ കുറ്റപ്പെടുത്തുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും ജിഷിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും വരദയുമായിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എല്ലാവരും ജിഷിനെയും സീരിയൽ നടിയായിട്ടുള്ള അമ്മയെ നായരെയും ചേർത്ത് ഓരോ കഥകളും ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ജിഷിനും അമ്മയും വളരെ ക്ലോസ് ആണ്, മോർ ദാൻ എ ഫ്രണ്ട് എന്ന് ജിഷിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ താങ്കളൊരു ലവ് റിലേഷൻഷിപ്പിലാണെന്ന് രണ്ടുപേരും ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ ഓൺലൈൻ മീഡിയസ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ജിഷിന്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ കാണാൻ പറ്റും. അത് വേറെ കാര്യം. എന്തായാലും മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ ജിഷിൻ വരദയുമായി പിരിഞ്ഞതിനെ കുറിച്ചും അമ്മയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. എന്തായാലും കേട്ടോക്കാം. ഇപ്പൊ പറയുന്ന വാക്ക് ജെൻസി ടേംസിലൊക്കെ പറയുന്ന വാക്ക് സിറ്റുവേഷൻഷിപ്പ് എന്നാണ്. അതായത് ഇതിനെ പ്രണയത്തിന് മുകളിലും പ്രണയത്തിന് താഴെയും ഫ്രണ്ട്ഷിപ്പിന് മുകളിലും, അതാണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ അർത്ഥം. ടേം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെന്താണെന്ന് നമ്മുടെ ഇടയിലുള്ള ബന്ധം എന്താണ് കൃത്യമായിട്ട് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുക. എന്നാൽ നമുക്ക് അതുകൊണ്ട് ഒരു സന്തോഷവും സുഖമൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും സിറ്റുവേഷൻഷിപ്പ് ആണ്. പറയുന്നവർക്കൊരു സുഖം കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് എങ്ങനെ വെച്ചാല് കുറെ കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിന്. അപ്പം അമ്മയ അവളുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്ന സാധനം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് നമ്മൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ മുകളിലേക്കൊരു സ്നേഹബന്ധമുണ്ട്, ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. പരസ്പരം ഓരോ സ്വന്തം അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഓരോരുത്തർക്ക് വീഴ്ച വരുമ്പം അയാളെ താങ്ങി നിർത്താനും അയാളെ ഒരു കരുതൽ നൽകാനും അങ്ങനെയുള്ള ഒരു ബോണ്ടിങ് നമ്മുടെ ഇടയിലുണ്ട്. അതൊരു കല്യാണത്തിലേക്കോ അതൊരു പ്രണയമോ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അമ്മയും താനും തമ്മിൽ പ്രണയമല്ല എന്നാണ് ജിഷിൻ പറയുന്നത്. രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ പ്രണയത്തെക്കുറിച്ചോ വിവാഹത്തെക്കുറിച്ചോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എന്നും കൂടി ജിഷിൻ പറയുന്നുണ്ട്. അല്ല, ഇനിയിപ്പോ അവര് പ്രണയിച്ചെന്ന് വിവാഹം കഴിച്ചതെന്ന് വെക്കട്ടെ, അതിന് പാർക്കപ്പോ അവിടെ കുഴപ്പം. അവീത ബന്ധമൊന്നുമല്ലല്ലോ. ജിഷിൻ ഡിവോഴ്സ് ആയ ഒരാളാണ്. അയാൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങണമെന്നുണ്ടെങ്കിൽ തുടങ്ങട്ടെ, അതിന് പാർക്കാണ് ഇത്ര ചൊറിച്ചില്. എല്ലാത്തിനും ഉപരി ജിഷിൻ വരദയുമായിട്ടുള്ള ഡിവോഴ്സിന് ശേഷം തകർന്നു നിൽക്കുമ്പോഴാണ് അമ്മയെ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. മാരകമായ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം കോഞ്ഞാട്ടായ സമയത്ത് ജിഷിനെ കൈപ്പിടിച്ചു ഉയർത്തിയത് അമ്മയെയാണ്. അതിനെക്കുറിച്ച് ജിഷിൻ തന്നെ പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. അമ്മയായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് വരെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു 2 വർഷക്കാലം ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു റൂമിൽ അടച്ചിരിക്കുമായിരുന്നു. ഒരു വീട്ടിൽ ഞാൻ ഒറ്റക്ക് ഒരു റൂമിൽ ഉള്ള ഒരു 1 BHK, അതിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു പോലും ഇറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. വർക്കില്ല, എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ടെൻഷൻ, ഇങ്ങനെയുള്ള ഡിപ്രഷൻ ഉള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള കള്ളുകൂടി വടി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലോട്ട് ഞാൻ പോയിട്ടുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് ഞാൻ ആ ഒരു ടീമിലേക്ക് പോയി. രാവിലെ മുതൽ വൈകുന്നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് സിനിമയെ പറ്റിയുള്ള അതെനിക്കിഷ്ടമുള്ള വിഷയമാണ്. സിനിമയും ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും രാവിലെ വെളുക്ക വരെ ഇരുന്ന് വലിക്കും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഈ എല്ലാ സാധനങ്ങളിൽ നിന്നും എനിക്ക് മോചനം വന്നത് എനിക്ക് അമ്മയെ പരിചയപ്പെട്ടതിന് ശേഷം. അവളെ പരിചയപ്പെടുന്ന അപ്പോഴും ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ജീവിതത്തിൽ ആകെ തകർന്നു നിൽക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആളോട് കൂടുതൽ അടുത്ത് പോകും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യമാണ്. ജിഷിന്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അമ്മയായിരുന്നു ആ സപ്പോർട്ടിംഗ് സിസ്റ്റം. അമ്മയെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് സിന്തറ്റിക് ഡ്രഗിന് വരെ ജിഷിൻ അടിമയായിരുന്നു എന്ന് ഓർക്കണം. ഇയാൾ ഇപ്പൊ അതിൽ നിന്നെല്ലാം മോചിതനായിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന്റെ മാജിക് ആണ്. എല്ലാ ബന്ധങ്ങൾക്കും അങ്ങനെ ഒരു മാജിക് ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോ ഇവര് തമ്മിൽ എന്ത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിവിടെ ആരെയും ബാധിക്കാൻ പോകുന്ന വിഷയമല്ലല്ലോ. സോ അവർ പ്രണയിക്കുകയോ വിവാഹം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്തിനാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് വെറുതെ ഇടിച്ചു കയറാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വായിക്കാൻ നോക്കാം. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ മറക്കാനും ഒരാള് തള്ളിപ്പറയാനും ഒരു സെക്കൻഡ് മതി. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത് ഇങ്ങനെ മനസ്സിൽ വെച്ച് അവർക്ക് അതിൽ നിന്ന് മാറാൻ വേണ്ടി കുറേ സമയം എടുക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ദേവദാസന്മാരെ കണ്ടിട്ടുണ്ടാവും. ദേവദാസിയുടെ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലല്ല. അപ്പം ദേവദാസ് ഇത് ഞാൻ പറയുന്നത് ദേവദാസന്മാരേ ഉള്ളൂ. ദേവദാസിനെയാണ് എന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് ആ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളതാണ്. പെട്ടെന്ന് ക്ഷമിക്കാനും എന്ത് സഹിക്കാനും അത് സഹിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരാളെ ഇട്ടിട്ട് പോകാനല്ല, ഒരാളെ മറക്കാനൊക്കെ
പെട്ടെന്ന് അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ അത് അങ്ങനെ അഭിനയിക്കാൻ, അങ്ങനെ ആക്കിയെടുക്കാൻ അവർക്ക് ആ സഹനശക്തി ദൈവം കൊടുത്തിട്ടുണ്ട്. അത് പെൺകുട്ടികൾക്ക് കൂടുതലാണ്, ആണുങ്ങൾക്ക് അത് ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രസവ വേദന ആണ് കൊടുക്കാണ്ട് പെണ്ണ് കൊടുത്തിരിക്കുന്നത്. ജിസിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. മേ ബി അയാളുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതായിരിക്കും, പക്ഷെ തീർത്തും ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി പോയി ഇതെന്ന് പറയേണ്ടി വരും. പെൺകുട്ടികൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാൻ സെക്കൻഡുകൾ മതി, അവർ അതിന്റെ ട്രോമയൊക്കെ പെട്ടെന്ന് ഓവർകം ചെയ്യും. പക്ഷെ ആണുങ്ങൾക്ക് അതിന്റെ ട്രോമ ഓവർകം ചെയ്യാൻ കുറെ ടൈം എടുക്കും എന്നൊക്കെയാണല്ലോ ഇവിടെ ജിസിൻ പറയുന്നത്. ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ടപ്പേ എന്ന് റിലേഷൻഷിപ്പുകൾ സ്വിച്ച് ചെയ്യുന്ന എത്രയോ ആണുങ്ങൾ നമുക്കിടയിലുണ്ട്. അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൽ നീറി കഴിയുന്ന എത്രയോ പെൺകുട്ടികളും നമുക്കിടയിലുണ്ട്. പാട്ടുകാരിയായിട്ടുള്ള അഞ്ജു ജോസഫിന്റെ അനുഭവം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം ഒരുപാട് കാലം ഡിപ്രസ്ഡ് ആയി നടക്കുകയായിരുന്നു അവർ. വിഷമം വരുന്നതും ഓവർകം ചെയ്യുന്നതും ഒക്കെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുന്ന കാര്യമാണ്. അതിന് ജെൻഡറുമായി പ്രത്യേകിച്ച് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ തന്റെ ഒരു അനുഭവം വെച്ച് ഇങ്ങനെ ഒരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ജിസിൻ നടത്തിയതിനോട് എനിക്ക് യോജിക്കാനാവില്ല. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ ഈ അടുത്ത് രാജ്ബി ഷെട്ടി എന്നുള്ള ആക്ടർ ഡയറക്ടറിനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, അത് ഇന്റർനാഷണൽ മെൻസ് ഡേ ആയിരുന്നു, അപ്പം എന്താണ് ആണുങ്ങൾക്ക് അറിയാത്തതിനെ പറ്റി, അല്ലെങ്കിൽ ആണുങ്ങൾ കരഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടാവുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു മറുപടി പറഞ്ഞു. ആണുങ്ങൾക്ക് അറിയില്ല, ആണുങ്ങൾ സൂയിസൈഡ് ചെയ്യും. ശരിക്കും തെറ്റാട്ടോ, അത് ശരിക്കും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവസാനം ഇവളിലങ്ങ് പോയി എത്തുക അമേല്. പക്ഷെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നു. എന്താ വെച്ചാല് കരയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മുമ്പ് കരയുന്ന ഇഷ്ടമല്ല, ഞാൻ കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ആണാണെങ്കിൽ കരയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ആണുങ്ങളൊക്കെ. പക്ഷേ കുറേ തെറ്റുണ്ട് അതിൽ. നമ്മൾ കരയുക എന്ന് പറയുന്നത് ഇതന്നെ അവൾ പഠിപ്പിച്ചേട്ടോ. കരയുക എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് ആണ്, ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. പിന്നെ പറഞ്ഞിട്ടൊരു കാര്യം, ആണുങ്ങൾ ചിന്തിക്കുന്നത് പ്രാക്ടിക്കലിയും പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് ഇമോഷണലി ആയിരിക്കും. ആണുങ്ങൾ ചിന്തിക്കുന്നത് ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഹാർട്ട് ഉപയോഗിച്ചിട്ടാണ്. ഇവൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കരയുന്നില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ വലിയ ആണായി എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ കരയുന്നില്ല, നിങ്ങൾ വിഷമിച്ചു. പക്ഷേ ആരും കാണാതെ നമ്മൾ കരയണം കേട്ടോ. അതായത് കരഞ്ഞില്ലെങ്കിൽ നമ്മളെ ഇമോഷണൽ എന്തുകൊണ്ടത് ആത്മഹത്യ അദ്ദേഹം പോയെന്ന് പറഞ്ഞത് ഈ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ വിങ്ങി 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 നമ്മൾ ഞാൻ ആത്മഹത്യക്ക് ട്രൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതിലേക്ക് പോവും. ഈ പറഞ്ഞ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒറ്റപ്പെട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഫാനൊക്കെ കെട്ടിട്ട് എന്നിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് ഞാൻ കെട്ടി സ്വയം മൈൻഡിൽ ഞാനെന്തായിരുന്നു ആത്മഹത്യയാണ് എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ കരയുക എന്ന് പറയുന്നത് നമ്മൾ ആണത്തം കാണിക്കുക, കരയാതിരിക്കുന്നത് ആണത്തമല്ല, കരയണം എന്നാണ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതത്രേ ഉള്ളൂ. കരയാൻ തോന്നുമ്പോൾ കരയണം, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണം. അത് പാണായാലും പെണ്ണായാലും ഇങ്ങനെ തന്നെ. എല്ലാവരും കാണിച്ചുകൊണ്ട് കരയണം, അത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയണം എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിരിക്കും. ഈ ആണും പെണ്ണും എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാർ തന്നെയാണല്ലോ. എല്ലാവർക്കും ഏകദേശം ഒരേ ടൈപ്പ് വികാരങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് വികാരത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. ആണായാൽ കരയരുത് എന്നൊക്കെ ഉള്ളത് പഴഞ്ചൻ കാഴ്ചപ്പാടാണ്. ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞുപോയി. മനസ്സിൽ ഇങ്ങനെ വിഷമം തങ്ങി നിൽക്കുമ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മുടെ കുറെ വിഷമങ്ങൾ കണ്ണുനീരിൽ ഒഴുകി പോകും. പിന്നെ ജിസിൻ പറഞ്ഞ പോലെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്തുകൊണ്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ആത്മഹത്യ ചെയ്ത ആൾക്കും പിന്നെ അയാളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും നഷ്ടം ഉണ്ടാവുക. അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയ നഷ്ടം ആത്മഹത്യ ചെയ്ത ആൾക്ക് തന്നെയായിരിക്കും. ബാക്കിയുള്ളവരൊക്കെ എല്ലാം പതുക്കെ മറന്നു തുടങ്ങും. ഭാവിയിൽ തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എത്രയോ നല്ല മുഹൂർത്തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഇനി ജിസിൻ തന്റെ മകനെ കുറിച്ച് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്, അതുകൂടി കണ്ടു നിർത്താം. നമ്മൾ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോനെ ഒറ്റ പ്രാവശ്യം കണ്ടുള്ളൂ. ഞാൻ പിന്നെ കണ്ടില്ല. അത് എന്താ പറയുക, ഒരു ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം മേ ബി. എന്ന് വെച്ചാൽ നമുക്ക് മറക്കാനൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. എനിക്ക് എൻ്റെ മോനെ കാണണം. ഞാൻ ഈ പറഞ്ഞ ബോണ്ടിങ് ഭയങ്കര സിങ്കാണ്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊബൈലൊന്നും എടുക്കില്ല. ഞാൻ അവൻ്റെ കൂടെ തന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവാണ് ആൾ, ഇത്തിരി ഹൈപ്പർ ആക്റ്റീവാണ്. അപ്പം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുടെ കൂടെ ഓടാനും കളിക്കാനും ഞാൻ അത്രക്ക് കളിക്കും. അവൻ്റെ കൂടെ ഓടി ചാടി അവൻ്റെ എനർജി തീർക്കുന്നവരെ എന്നുവെച്ചാൽ ഓടി എനർജി തീർക്കണം, എന്നാലും ഇവർ അടങ്ങൂ. അത്രയ്ക്ക് ആക്റ്റീവാണ്. അപ്പോൾ ഈ അത്രയും അതൊരു ആണിനെ കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കളി എല്ലാം പോട്ട് ഈ നമ്മൾ മൊബൈൽ കളിക്കുന്ന ഫ്രീ ഫയറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി ഓരോ സാധനങ്ങൾ അവിടെ പോയിട്ട് ആ റൂമിൽ പോയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ തെർമോക്കോളിനെ കൊണ്ട് അല്ലെങ്കിൽ കാർബോണിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഇത് കിട്ടി. അവിടുന്ന് മറ്റേ ഗണ്ണൊക്കെ ഞാൻ പേപ്പറും കൊണ്ട് ഗണ്ണ് കിട്ടി ഒളിച്ച് നിന്നിട്ട് നമുക്ക് അവിടുന്ന് ജമ്പ് ചെയ്ത് അവിടെ പോയി ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ റിയൽ ആയിട്ട് കളിക്കുവാണ് ചെയ്യുക. ഫോണിൽ കളിക്കുന്നത് അതുകൊണ്ടല്ല അവർ ഫോൺ വേണ്ട. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ വർക്കൗട്ട് ചെയ്യുക, ഒറ്റ കയ്യിലൊക്കെ പുഷപ്പൊക്കെ എടുക്കും. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ
അത് എനിക്കറിയാം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബാധിക്കും എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കൊക്കെ കാണുമ്പം കുട്ടിക്ക് വീണ്ടും വീണ്ടും ഇത് ആ ഒരു ഓർമ്മയും, കുട്ടികളല്ലേ, കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും, ലൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ട എന്ന് തോന്നിയിട്ടായിരിക്കും. ഓക്കെ, മകനെ കാണാൻ പോകണയോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ജിഷിന്റെ ചോയ്സ് ആണ്. പക്ഷെ ആ കുട്ടിക്ക് ചില അവകാശങ്ങളുണ്ട്, അതിനെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ജിഷിനും വരതയും ഡിവോഴ്സ് ആയിട്ട് 3 വർഷത്തോളമായി. അതിനിടയ്ക്ക് ഒരു തവണ മാത്രമേ ജിഷിൻ കുഞ്ഞിനെ കാണാൻ പോയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ജിഷിന് ഒരു പക്ഷെ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാക്കാം, കുറെ കാലം മയക്കുമരുന്നിനൊക്കെ അടിമായതല്ലേ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കുഞ്ഞിന്റെ അവകാശത്തെ കുറിച്ച് മറന്നു പോകരുതെന്നേ ഉള്ളൂ. ജിഷിൻ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അച്ഛനും മകനും തമ്മിൽ അത്രയ്ക്കും നല്ല ക്ലോസ് ആയിരുന്നു. സോ ആ കുഞ്ഞ് അച്ഛൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ മകനെ കാണാൻ പോകാതിരിക്കാനുള്ള ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.